ഈ പെണ്ണ് ബ്രേക്കപ്പായ വിഷമത്തിൽ നടുറോഡിലൂടെ ഒന്നും ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നു. അപ്പോൾ പെട്ടെന്നൊരാൾ വന്ന് അവളെ രക്ഷിക്കുന്നു. അവൾ ഒരു നന്ദി പോലും പറയാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടു പോകുന്നു. അതിനുശേഷം ഒരു ദിവസം അവൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വൈൻ വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ വീണ്ടും അവളെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവൾ തന്നെ രക്ഷിച്ചതിന് അവനോട് നന്ദി പറയുന്നു. അത് മാത്രമല്ല തന്റെ എക്സ് ബോയ് ഫ്രണ്ട് കൊടുത്ത എല്ലാ വൈൻ ബോട്ടിലും അവന് കൊടുക്കുന്നു. നോക്കുമ്പോൾ അതിലൊരു ബോട്ടിലിൽ അവളുടെയും എക്സ് ബോയ് ഫ്രണ്ടിന്റെയും ഫോട്ടോയുള്ളത് അവൻ നോട്ട് ചെയ്യുന്നു. ഉടനെ അവൾ ഇത് ആനിവേഴ്സറിക്ക് ബോയ് ഫ്രണ്ട് ഗിഫ്റ്റായി കൊടുത്തതാണെന്ന് പറയുന്നു. നോക്കുമ്പോൾ അവൾ പറഞ്ഞു കഴിയുന്നതിന് മുൻപ് അവൻ അത് മുഴുവൻ കുടിച്ചു തീർക്കുന്നു. അതേസമയം അവൾ ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവാൻ അവന്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനവൻ നിന്റെ പാസ്റ്റ് ആദ്യം വേസ്റ്റിൽ കളയാൻ പറഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ട് കൊടുത്ത എല്ലാ സാധനങ്ങളും വാങ്ങി വേസ്റ്റിൽ കളയുന്നു. അതിനുശേഷം അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അതിനുള്ള കാശ് അവൾക്ക് കൊടുത്ത് അത് ബ്രേക്കപ്പ് മണിയാണെന്ന് പറയുന്നു. ആ കാശ് മുഴുവൻ ചെലവാക്കി ഇന്ന് രാത്രിയോടെ നിന്റെ ലവിന് ഫെയർവെൽ നടത്താൻ പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആദ്യം അവൻ അവളെ ഒരു മാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളുടെ ലുക്ക് കംപ്ലീറ്റ് ആയി ചേഞ്ച് ചെയ്യുന്നു. അതിനുശേഷം അവൻ ഡിസൈൻ ചെയ്തൊരു ബിൽഡിംഗ് കാണിക്കാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോഴാണ് അവനൊരു ആർക്കിടെക്ട് ആണെന്ന് മനസ്സിലാവുന്നത്. കുറെ നാളായി അവൻ തന്റെ പുതിയ ബിൽഡിങ്ങിനായുള്ള ഇൻസ്പിറേഷന് വേണ്ടി തെരുവുകൾ തോറും അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവനൊരു പെൻസിൽ ബോക്സ് വാങ്ങിക്കൊടുത്ത് അടുത്ത പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നീ ആ ഡിസൈൻ പൂർത്തിയാക്കി വെച്ചിരിക്കണമെന്ന് പറയുന്നു. പക്ഷെ അവളിൽ നിന്ന് തന്നെ തനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അടുത്ത ദിവസം അവൻ ആ ഡിസൈനുമായി അവളെ കാണാൻ ആ സ്ഥലത്തേക്ക് വരുന്നു. പക്ഷെ കുറെ സമയമായിട്ടും അവൾ വന്നതേയില്ല. എന്നാലും അവൻ ഓരോ ദിവസവും അവിടെ അവൾക്കായി കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അവന്റെ കാത്തിരിപ്പിന് ഫലം കാണുന്നു. ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം അവൾ തിരിച്ചു വന്നിരിക്കുന്നു.